ബിഗ് ബോസ് മലയാളം സീസൺ 7 ഒമ്പതാമത്തെ ആഴ്ചയിലെ എവിക്ഷൻ ലിസ്റ്റിൽ വന്ന ആളുകൾക്ക് കിട്ടിയ ഒഫീഷ്യൽ വോട്ടിംഗ് അപ്ഡേറ്റ് എത്രയാണെന്ന് പരിശോധിക്കുകയാണ്. ഇത് ഉച്ചയ്ക്ക് 1 മണി വരെയുള്ള കണക്കനുസരിച്ച് തയ്യാറാക്കിയതാണ്. ഇതനുസരിച്ച് നമുക്കറിയാം പ്രധാനപ്പെട്ട ആളുകളെല്ലാം എവിക്ഷനിൽ വന്നൊരു ദിവസമാണിത്. അനുമോള്, നൂറ, ലക്ഷ്മി അവരെല്ലാവരും ഉണ്ട്. അതിൽ ആർക്കാണ് ഒന്നാം സ്ഥാനം അല്ലെങ്കിൽ ആരാണ് ഈ ആഴ്ച പുറത്ത് പോകുന്നതെന്ന് നമ്മൾ വിശദമായിട്ട് ഈ വീഡിയോയിൽ പരിശോധിക്കുന്നതാണ്. 1,12,300 വോട്ടുകളുടെ കൂടി വോട്ടിങ്ങിൽ ഒന്നാം സ്ഥാനം തുടരുന്നത് നമ്മുടെ അനുമോൾ തന്നെയാണ്. വന്ന ദിവസം മുതൽ ഈ നിമിഷം വരെ പ്രേക്ഷക പിന്തുണ ശക്തമായിട്ടുണ്ടായിരുന്ന ഒരു മത്സരാർത്ഥിയാണ് അനുമോൾ. പുറത്ത് PR ഉണ്ട്, PR ഇല്ലെന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ പോലും കുടുംബ പ്രേക്ഷകരുടെ സപ്പോർട്ട് അനുമോൾക്കുണ്ട് എന്നതിന് തെളിവാണ് ഈ കിട്ടിയിരിക്കുന്ന വോട്ട്. രണ്ടാം സ്ഥാനത്തുള്ള നൂറയ്ക്ക് കിട്ടിയിരിക്കുന്നത് 95,600 വോട്ടാണ്. നൂറയും ഈ പറഞ്ഞതുപോലെ സ്ട്രോങ് ആയിട്ടുള്ള മത്സരാർത്ഥിയാണ്. ഇപ്പോൾ ഫാമിലി വീക്ക് കഴിഞ്ഞപ്പോൾ നൂറ കുറച്ചുകൂടി സ്ട്രോങ് ആയി. കാര്യം ദിയ, സനയും ജാസ്മിനൊക്കെ വന്ന് ചില ഉപദേശങ്ങൾ കൊടുത്ത് കുറച്ചുകൂടി സ്ട്രോങ് ആക്കിയിട്ടുണ്ട്. മൂന്നാം സ്ഥാനത്തുള്ളത് നമ്മുടെ ലക്ഷ്മിയാണ്. ലക്ഷ്മി കിട്ടിയ വോട്ട് 92,100 വോട്ടാണ്. ഇന്നലെ ലക്ഷ്മിയെ കുഞ്ഞിനെ കാണിക്കാതെ വിട്ട സംഭവത്തിലൊക്കെ ലക്ഷ്മിക്ക് സഹതാപ തരംഗം ഉണ്ടായി എന്ന് മനസ്സിലാക്കുന്നു. അതനുസരിച്ച് അത്യാവശ്യം നല്ല വോട്ട് ലക്ഷ്മിക്ക് വന്നിട്ടുണ്ട്. 92,100 വോട്ടുകളുടെ കൂടി മൂന്നാം സ്ഥാനത്താണ് ലക്ഷ്മി. നാലാം സ്ഥാനത്തുള്ള ജിസേലിന് കിട്ടിയിരിക്കുന്ന വോട്ട് 85,600 വോട്ടാണ്. ജിസേലും ഈ പറയുന്ന പോലെ സ്ട്രോങ് ആയിട്ടുള്ളൊരു മത്സരാർത്ഥിയാണ്. നന്നായിട്ട് ഗെയിം കളിക്കുന്ന ഒരാളാണ്. ഈ ആര്യൻ്റെയും അക്ബറിൻ്റെയും അപ്പാനിയുടെ ഒക്കെ ഗ്യാങ്ങിൽ തുടക്കത്തിൽ പെട്ടുപോയി കുറച്ച് ഡൗൺ ആയെങ്കിലും ഇപ്പോൾ വീണ്ടും കയറി വരുന്നതായിട്ട് കാണാൻ സാധിക്കും. നാലാം സ്ഥാനത്തുള്ള ജിസേൽ. അഞ്ചാം സ്ഥാനത്തുള്ള നെവിന് കിട്ടിയിരിക്കുന്ന വോട്ട് 81,000 വോട്ടാണ്. നെവിൻ നമ്മൾ നേരത്തെ പറയുന്നത് പോലെ തന്നെ കാര്യമായിട്ടുള്ള ഫാൻസും സംഗതികളൊന്നും ഇല്ലെങ്കിൽ പോലും നെവിൻ നല്ല രീതിയിലുള്ള എൻ്റർടൈനറാണ്. നെവിൻ്റെ ചില കൗണ്ടറുകളും തമാശകളൊക്കെ ആസ്വദിക്കുന്ന ഒരുപാട് കുട്ടികളും വലിയ ആൾക്കാരും ഉണ്ട്. അതിന് തെളിവാണ് പുള്ളിക്ക് കിട്ടിയത് 81,000 വോട്ട്. ആറാം സ്ഥാനത്തുള്ള ആദിലയ്ക്ക് കിട്ടിയിരിക്കുന്നത് 74,500 വോട്ടാണ്. ഈ ആദിലയുടെ കാര്യം പറയുകയാണെങ്കിൽ ആദില റിയാസ് വന്ന് പോയതിനു ശേഷം അല്പം തൻ്റെ ഇടവും അഹങ്കാരവും തന്നിഷ്ടവും ഒക്കെ കാണിക്കുന്ന ആരെയും ബഹുമാനിക്കാത്ത, പ്രത്യേകിച്ച് അനീഷിനെയൊക്കെ ചൊറിയുന്നൊരു ക്യാരക്ടറാണ്. അപ്പോൾ അതിൻ്റെ ഒരു വോട്ടിലൊരു കുറവ് ഇപ്പോൾ കാണാൻ സാധിക്കുന്നുണ്ട്. ഏഴാം സ്ഥാനത്തുള്ള ആകാശ് സാബുമാന് കിട്ടിയിരിക്കുന്ന വോട്ട് 70,800 വോട്ടാണ്. ആകാശ് സാബുമാനും ഈ പറയുന്നത് പോലെ എന്താണ് അവിടെ നിൽക്കുന്നതെന്ന് പുള്ളിക്ക് പോലും വലിയ രീതിയിൽ ധാരണയില്ല. 0 കണ്ടനാണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ പുള്ളിക്ക് 70,800 വോട്ടുകളാണ് ഇതുവരെയും നേടാൻ കഴിഞ്ഞത്. അവസാന സ്ഥാനത്തുള്ള ഒനിയൽ സാബുവിന് കിട്ടിയിരിക്കുന്ന വോട്ട് 67,800 വോട്ടാണ്. ഒനിയൽ സാബു ഇങ്ങനെ പോവുകയാണെങ്കിൽ എന്തായാലും ബിഗ് ബോസ് വീട്ടിനോട്ട് വിട പറയും എന്നുള്ള കാര്യം ഉറപ്പാണ്. കാര്യം വോട്ട് വളരെ കുറവാണ്. പുള്ളി ആകപ്പാടെ ഇപ്പോൾ ചെയ്യുന്ന കാര്യം ഊഞ്ഞാലാടുന്നു, പരദൂഷണം പറയുന്നു, പാചകം ചെയ്യുന്നു, വീണ്ടും കിടക്കുന്നു. ഇത് റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇതല്ലാതെ അവിടെ എന്തെങ്കിലും കണ്ടൻറ്റ് കൊടുക്കുന്നതോ അല്ലെങ്കിൽ പുള്ളി പറയുന്ന കാര്യങ്ങളോ ആരും പുറത്തറിയുകയൊന്നും ചെയ്യുന്നില്ല. സ്വാഭാവികമായിട്ടും അങ്ങനെ ഒരാൾ അവിടെ ഉണ്ടോ എന്നുള്ള കാര്യം സംശയമാണ്. എന്തായാലും ബിഗ് ബോസിൽ ഡിസേർവിംഗ് ആയിട്ടുള്ള ആൾക്കാർ നിൽക്കണം. ഒരു കണ്ടൻറ്റ് കൊടുക്കാത്ത ആൾക്കാർ പുറത്ത് പോകണം. ഇപ്പോൾ ഒനിയൽ സാബുവിനെ കാലൊക്കെ നന്നായിട്ട് കണ്ടൻറ്റ് കൊടുക്കുന്ന അഭിലാഷ്, റെന, ഫാത്തിമയൊക്കെ പുറത്ത് പോയത് വലിയൊരു അടിയാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം. എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മത്സരാർത്ഥിയോടെ തുടരണമെങ്കിൽ നിങ്ങൾ ജിയോ ഹോട്ട്സ്റ്റാറിൽ പോയി വോട്ട് ചെയ്യുക. ബിഗ് ബോസുമായി ബന്ധപ്പെട്ട കൂടുതൽ ലൈവ് എക്സ്ക്ലൂസീവ് വോട്ടിംഗ് അപ്ഡേറ്റുകൾക്ക് വേണ്ടി നമ്മുടെ മല്ലു സ്പീക്കിംഗ് എന്ന് പറയുന്ന ഈ ചാനൽ കൂടി സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക.